إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى സ്നേഹാദരണീയരായ വിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ, മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളായ വിശുദ്ധ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളുമാണ് ഇഹപര ജീവിതത്തിൽ നമുക്ക് വിജയം നൽകുന്നത്. അതനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ശത്രുക്കളുടെ പീഡനം സഹിക്കവയ്യാതെ മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. ഹിജറ പോകുന്ന സമയത്ത് സൗർ ഗുഹയിൽ താമസിച്ചു. ശത്രുക്കളിൽ നിന്ന് ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ മദീനയിലേക്ക് റസൂലുള്ളാഹിയും കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടി നടന്നു പോവുകയാണ്. സ്ഥിരം സഞ്ചരിക്കാത്ത മറ്റൊരു വഴിയിലൂടെയാണ് അവരുടെ യാത്ര. പ്രവാചകൻ മക്കയിൽ നിന്ന് രക്ഷപ്പെടുന്നു എന്നറിയുമ്പോ മുശ്രിക്കുകളായ ഖുറൈശികൾ പ്രവാചകന്റെ തല കൊണ്ടുവരുന്നവർക്ക് 100 ഒട്ടകം ഇനാം പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത് കേട്ട് പ്രവാചകനെ തിരഞ്ഞു നടക്കുന്ന സുറാഖത്ത് ഇബ്നു മാലിക് പ്രവാചകൻ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടു എന്നറിയുമ്പോ പ്രവാചകനെ പിടിക്കാൻ വേണ്ടി പ്രവാചകന്റെ അടുത്തേക്ക് കുതിരപ്പുറത്ത് കുതിച്ചു വരുന്നത് കാണാൻ കഴിയും. പ്രവാചകന്റെ കാഴ്ചയിൽ സുറാഖത്ത് ഇബ്നു മാലിക് പ്രവാചകനെ ദൂരെ കാണുമ്പോ അയാളുടെ ഒട്ടകത്തിന്റെ കുതിരയുടെ കാലുകൾ മണ്ണിലേക്ക് ആണ്ടുപോകുന്നുണ്ട്. വീണ്ടും കുതിരയുടെ കാലുകൾ വലിച്ചെടുത്ത് യാത്ര തുടരുകയാണ്. പ്രവാചകനെ പിടിക്കലാണ് അയാളുടെ ലക്ഷ്യം.
പ്രവാചകന്റെ അരികിലെത്തുന്നതിന് മുൻപ് വീണ്ടും അങ്ങനെ 3 തവണയോളം കുതിരയുടെ കാലുകൾ മണ്ണിലാണ്ടുപോയി പ്രവാചകന്റെ അരികിലേക്ക് എത്താൻ കഴിയാതെ ദൂരെ നിന്ന് പ്രവാചകനോട് അഭയം ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുറാഖത്ത് ഇബ്നു മാലിക് അദ്ദേഹത്തോട് പറയുന്ന ചില വർത്തമാനങ്ങൾ കാണാൻ കഴിയും. കൈഫ ബിക യാ സുറാഖ, എങ്ങനെയാണ് സുറാഖ നീയല്ലാതെ, ഇദാ ലബിസ്ത സിവാറൈ കിസ്റ, കിസ്റയുടെ വളകൾ, കിരീടങ്ങൾ നിന്റെ കൈകളിൽ അണിയും എന്ന് പറഞ്ഞുകൊണ്ട് സുറാഖത്ത് ഇബ്നു മാലിക്കിനോട് പ്രവാചകൻ പ്രതികരിക്കുന്നുണ്ട്. എല്ലാം നഷ്ടപ്പെട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോവുകയാണ്. വീടും കുടുംബവും നാടും ജന്മനാടും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടാണ് പ്രവാചകന്റെ ആ യാത്ര. പക്ഷേ എല്ലാം നഷ്ടപ്പെട്ടവനായി, ഒന്നുമില്ലാത്തവനായി മദീനയിലേക്ക് പോകുമ്പോഴും പ്രവാചകൻ സുറാഖക്ക് നൽകുന്ന പ്രതീക്ഷയുടെ വർത്തമാനങ്ങളാണ്. കിസ്റയുടെ വളകൾ നിന്റെ കൈകളിൽ അണിയുമെന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഒരു സമയം, ഇസ്ലാമിന്റെ വിജയവും ആ വിജയക്കൊടി പാറിക്കുന്ന വേളയിൽ കിസ്റയുടെ അധികാരം സുറാഖയുടെ കൈകളിലേക്ക് വന്നണയുകയും ചെയ്യുമെന്ന് പറയുന്ന പ്രവാചകന്റെ വർത്തമാനമാണ്. പ്രവാചകനിൽ നിന്ന് സംരക്ഷണത്തിന്റെ കത്ത് വാങ്ങിക്കൊണ്ടാണ് സുറാഖ അവിടെ നിന്ന് തിരികെ നടക്കുന്നത്. പ്രവാചകന്മാരുടെ ജീവിത ചരിത്രങ്ങളെ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ അവർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും അധികാരികളിൽ പ്രതീക്ഷയർപ്പിക്കുന്നവരാണ്, ആൾക്കൂട്ടങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്നവരാണ്, സമ്പത്തിൽ പ്രതീക്ഷയർപ്പിക്കുന്നവരാണ്, സന്താനങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്നവരാണ്. എന്നാൽ അധികാരങ്ങൾ നമുക്ക് സമാധാനം നൽകിയിട്ടുണ്ടോ? ആൾക്കൂട്ടങ്ങൾ നമുക്ക് സുരക്ഷിതത്വം നൽകിയിട്ടുണ്ടോ? സമ്പത്ത് പൂർണ്ണമായ ഒരു നിർഭയത്വം നമുക്ക് നൽകിയിട്ടുണ്ടോ? നാം ആലോചിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ വലിയ പ്രതീക്ഷയും നമ്മുടെ വലിയ ആഗ്രഹവുമൊക്കെ അത്തരത്തിലുള്ള ദുനിയാവിലെ ചില സൗകര്യങ്ങളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പലതിലുമാണ്. നമ്മൾ ആലോചിക്കുക, ദുനിയാവിന്റെ വിഷയത്തിലുള്ള നമ്മുടെ ഈ പ്രതീക്ഷകളുടെ എത്ര ശതമാനമാണ് അള്ളാഹുവിൽ നാം അർപ്പിച്ചിട്ടുള്ളത്? അള്ളാഹുവിലുള്ള നമ്മുടെ പ്രതീക്ഷയുടെ ശതമാനം എത്രയാണ്? ദുനിയാവിലെ യാതൊരു തരത്തിലുമുള്ള സുരക്ഷിതത്വമോ നിർഭയത്വമോ സമാധാനമോ സ്വസ്ഥതയോ നൽകാൻ സാധ്യമല്ലാത്ത, നൽകുമെന്നുറപ്പില്ലാത്ത പലതിന്റെയും പേരിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാ പ്രതീക്ഷകളും അർപ്പിക്കാൻ കഴിയുന്ന, പ്രവാചകന്മാർ പ്രതീക്ഷയർപ്പിച്ചിരുന്ന അള്ളാഹുവിലുള്ള നമ്മുടെ പ്രതീക്ഷ എത്രയാണ് ആലോചിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് ആത്മവിശ്വാസം ഉണ്ടായിത്തീരേണ്ടത്? ജയിക്കുമെന്ന് തോന്നുന്ന എല്ലാ ഘടകങ്ങളും നമുക്ക് അനുകൂലമായി തീരുന്ന ഒരു സാഹചര്യത്തിലാണോ ആത്മവിശ്വാസം ഉണ്ടായിത്തീരേണ്ടത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വായിക്കുമ്പോ നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രതീക്ഷയിലേക്ക് ഉയർന്നു പോകുന്നത്. ആ പ്രതീക്ഷ അള്ളാഹുവിലുള്ള പ്രതീക്ഷയായിരുന്നു, റബ്ബിലുള്ള പ്രതീക്ഷയായിരുന്നു. എല്ലാം തനിക്കെതിരായിരുന്ന സമയത്ത്, പ്രതികൂലമായ സാഹചര്യങ്ങളുടെ രംഗത്ത് ഒരിക്കലും ജയിക്കുമെന്ന് തോന്നാത്തിടത്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരിക്കലും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത രംഗത്ത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള വേളകളിലാണോ എല്ലാം പ്രതീക്ഷകളും അസ്തമിച്ചു പോകുന്ന, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു രംഗത്ത് അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ മാതൃകകൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ടോ എന്നത് നാം നമ്മെ പരിശോധിക്കേണ്ടുന്ന വസ്തുതയാണ്.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏതൊരു കാലഘട്ടത്തിലും ഇബ്രാഹിം നബിയെ വായിക്കുമ്പോ ആ കാലത്തിൽ ഇബ്രാഹിം നബിയുടെ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശ്വാസിക്ക് മാതൃകയായി, വിശ്വാസിക്ക് റോൾ മോഡലായി സ്വീകരിക്കാൻ കഴിയുന്ന പ്രതീക്ഷയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് നമുക്ക് കാണാൻ കഴിയും. സൂറത്തുൽ അൻആമിന്റെ 76-ാമത്തെ വചനം, തന്റെ നാട്ടിലെ പ്രമാണിയായ അധികാരിയായ രാജാവിന്റെ മുൻപിൽ പോയി നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രബോധനത്തിന്റെ യുക്തിഭദ്രമായ ആശയങ്ങൾ അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഫലമ്മാ ജന്ന അലൈഹിൽ ലൈലു റആ കൗകബ ഖാല ഹാദാ റബ്ബി. രാവിന്റെ ആ സന്ദർഭങ്ങളിൽ, രാത്രിയുടെ ആ വേളകളിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആകാശത്തെ നക്ഷത്രങ്ങൾ കാണുമ്പോ രാജാവിനോട് പറയുന്നുണ്ട്, ആ കാണുന്ന നക്ഷത്രമുണ്ടല്ലോ, ആ തിളങ്ങുന്ന നക്ഷത്രം, അതാണ് എന്റെ റബ്ബ്. ഖാല ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്. ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. ഫലമ്മാ അഫല, അത് അസ്തമിച്ചു പോയപ്പോൾ, അതോ അസ്തമിച്ചു പോയല്ലോ, അസ്തമിക്കുന്നതൊന്നും എന്റെ റബ്ബല്ല, അസ്തമിക്കുന്നവയെ തീർന്നു പോകുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫലമ്മാ റഅൽ ഖമറ, ചന്ദ്രനെ കാണുകയാണ്, നിലാവിനെ കാണുകയാണ്. ആ നിലാവിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണ്, ഇതെന്റെ രക്ഷിതാവാണ്. ഫലമ്മാ അഫല, അതും അസ്തമിച്ചു പോകുമ്പോ എനിക്ക് വഴി കാണിക്കാത്ത, എനിക്ക് നേർവഴി കാണിക്കാത്ത ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് അസ്തമിച്ചു പോകുന്ന ഒന്ന്, അതെന്റെ റബ്ബല്ല. ഫലമ്മാ റഅ അശ്ശംസ, സൂര്യനെ കാണുകയാണ്. സൂര്യനെ കാണുമ്പോഴും ആരുടെ മുൻപിലാണ്? അധികാരങ്ങളെല്ലാം, എല്ലാ അധികാരങ്ങളുമുള്ള കൊട്ടാരത്തിന്റെ ചക്രവർത്തിയുടെ മുൻപിലാണ്. ഇങ്ങനെ പ്രവാചകൻ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രബോധനത്തിന്റെ, അദ്ദേഹത്തിന്റെ റബ്ബിനെ കുറിച്ചുള്ള പരിചയപ്പെടുത്തൽ നടത്തുന്നത്. സൂര്യനെ കാണുമ്പോ ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണ്, ഇതാണ് വലുത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴും ഫലമ്മാ അഫലത്, അത് അസ്തമിച്ചു പോകുമ്പോ, അത് കാണാതാകുമ്പോ, അപ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, അസ്തമിച്ചു പോകുന്നത്, അന്ത്യം സംഭവിക്കുന്നത് എന്റെ റബ്ബല്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ആദ്യമായിട്ടുള്ളവൻ, അന്ത്യമില്ലാത്തവൻ, അത്തരത്തിലുള്ള ഒരു റബ്ബ്, ആ റബ്ബിലേക്കാണ് എന്റെ മുഖം ഞാൻ തിരിച്ചിരിക്കുന്നത്. ഹനീഫൻ, ഋജുമാനസനായി, മറ്റൊരു ദൈവത്തെയും മറ്റൊരു ആരാധ്യന്മാരെയും സ്വീകരിക്കാതെ അവർക്ക് മനസ്സിലാകുന്ന അവരുടെ ഭാഷയിൽ യുക്തിഭദ്രമായി തന്റെ റബ്ബിനെ, തന്റെ നാഥനെ അവിടെ അവതരിപ്പിക്കുകയാണ്. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോകുന്നിടത്ത്, എല്ലാം തനിക്കെതിരായി നിൽക്കുന്ന വേളയിൽ, വെല്ലുവിളിയുടെ, നിരാശയുടെ ആ ഘട്ടത്തിൽ താൻ സ്വീകരിച്ചിട്ടുള്ള ആദർശം കൈവിടാതെ, ആ ആദർശത്തിനു വേണ്ടി നിലകൊണ്ടുകൊണ്ട്, ആ ആദർശം ആരുടെ മുൻപിലും പ്രഖ്യാപിക്കാനുള്ള കരുത്തു കാണിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രതീക്ഷ, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, വെള്ളം നൽകുന്ന, വെളിച്ചം നൽകുന്ന, വായു നൽകുന്ന, മനസ്സറിയുന്ന, കൽബറിയുന്ന, നമ്മുടെ നൊമ്പരങ്ങൾ അറിയുന്ന, വേദനകൾ അറിയുന്ന ആ റബ്ബിനോട്, ആ റബ്ബിലാണ് നമുക്ക് പ്രതീക്ഷയർപ്പിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ആ റബ്ബിനോടാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ആ റബ്ബിലേക്കാണ് നമ്മുടെ കൈകൾ ഉയർത്തേണ്ടത്. ആ റബ്ബിലേക്കാണ് നമ്മുടെ തേട്ടങ്ങൾ ഉണ്ടാകേണ്ടത്. അങ്ങനെ അള്ളാഹുവിനോട് തേടുമ്പോഴാണ് ആ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ കൈവരുത്താൻ നമുക്ക് സാധ്യമായി തീരുകയുള്ളൂ. അള്ളാഹുവിനെ പരിചയപ്പെടുത്തി വീണ്ടും തന്റെ സമൂഹത്തിനു മുൻപിൽ നിൽക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ സമൂഹത്തിനു മുൻപിൽ അവരാരാധിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ വിഗ്രഹങ്ങളെ തച്ചുടച്ച് വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ കോടാലി തൂക്കിയിട്ടിട്ട് ഫജഅലഹും ജുദാദൻ ഇല്ലാ കബീറൻ ലഹും ലഅല്ലഹും ഇലൈഹി യർജിഊൻ. സൂറത്തുൽ അംബിയാഇന്റെ 58 മുതലുള്ള വചനങ്ങൾ.
ഖാലു മൻ ഫഅല ഹാദാ ബിആലിഹതിനാ ഇന്നഹു ലമിനൽ ളാലിമീൻ. ആരാണ് ഈ പണി ചെയ്തു വച്ചിട്ടുള്ളത് എന്ന് അവിടെയുള്ള നാട്ടുകാർ അന്വേഷിച്ച് ഇബ്രാഹിം എന്ന് പറയുന്ന യുവാവിനെ അന്വേഷിക്കുന്നുണ്ട്. യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ആ ഇബ്രാഹിം എന്ന് പറയുന്ന യുവാവാണ്, ആ യുവാവിന്റെ പണിയാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചു കെട്ടുന്നുണ്ട്. തന്റെ നാട്, തന്റെ സമൂഹം എല്ലാവരും തനിക്കെതിരാകുന്ന ആ വേളയിൽ നാട്ടുകാരുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ ഏകനായ സത്താവിനെ കുറിച്ചുള്ള ആ സന്ദേശങ്ങൾ അവരോട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന, അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന, ആദർശത്തിൽ നിലകൊള്ളുന്ന, ആദർശത്തിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്ന് യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഈ കാലഘട്ടത്തിൽ ഇബ്രാഹിം നബിയെ വായിക്കുമ്പോ ജീവിതത്തിൽ പലതിനോടും ചേർന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടേതല്ലാത്ത സംസ്കാരങ്ങൾ കാണുമ്പോ ഞാൻ ഇനി ഈ സംസ്കാരത്തിൽ മാത്രം ജീവിച്ചാൽ പോരാ, അത്തരത്തിലുള്ള പലതിനോടും രാജിയാകേണ്ടതുണ്ടെന്ന് പറഞ്ഞ് പല സംസ്കാരങ്ങളോടും പല കൾച്ചറുകളോടും രാജിയായി അവയെ സ്വീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ താൻ സ്വീകരിച്ച, പഠിച്ച, മനസ്സിലാക്കിയിട്ടുള്ള ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മറ്റൊന്നിനെ സ്വീകരിക്കാനോ അതിലേക്ക് ചേർന്ന് നിൽക്കാനോ ശ്രമിക്കുന്ന സമയങ്ങളോ സന്ദർഭങ്ങളോ ഉണ്ടാകുമ്പോ പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് മാതൃകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്കൊരു പാഠമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവർ കൊണ്ടുവരുന്നുണ്ട്. ഖാല അഫതഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യൻഫഉകും ശൈഅൻ വലാ യളുറുകും. നിങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള ഉപകാരങ്ങൾ ചെയ്യാത്ത, യാതൊരു തരത്തിലുമുള്ള ഉപദ്രവങ്ങൾ ചെയ്യാത്ത അങ്ങനെയുള്ള ഒന്നിനോടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ അവയെ ആരാധിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കറിയാം, സമകാലിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ പലപ്പോഴും നമ്മൾ കാണുകയാണ്, ജാറങ്ങളും മക്ബറകളും അത്തരത്തിലുള്ള ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവർ, അവർ വീണ്ടും വീണ്ടും അത്തരം കേന്ദ്രങ്ങളിൽ അവർ അവരുടെ സഹായങ്ങൾ അർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാത്ത, യാതൊരു ഉപദ്രവവും ചെയ്യാത്ത ഇത്തരത്തിലുള്ള ആളുകളോട് എന്തിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അന്ന് ചോദിച്ച ഖുർആനിലെ അതേ ചോദ്യം നമ്മൾ അത്തരത്തിലുള്ള ആളുകളോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. മാലായംഫഉകും വലായളുറുകും. നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാത്ത, ഒരു തരത്തിലുമുള്ള ഉപകാരങ്ങൾ ചെയ്യാത്ത അത്തരം വസ്തുക്കളോട് നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവർ ആട്ടിയകറ്റുന്നുണ്ട്. ഖാലു, അവർ തീരുമാനിക്കുന്നത്, അവർ പറയുന്നത്, ഹർരിഖൂഹു വൻസുറു ആലിഹതകും ഇൻ കുൻതും ഫാഇലീൻ. ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീ കുണ്ടാരത്തിലിടാൻ വേണ്ടിയാണ് അവർ തീരുമാനിക്കുന്നത്. ഒരു നാട് മുഴുവൻ ഒരു മനുഷ്യനെതിരാവുകയാണ്. ആ ഒരു മനുഷ്യനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടിയാണ് ഒരു നാട് മുഴുവൻ തയ്യാറെടുക്കുന്നത്. ചരിത്രത്തിൽ കാണാൻ കഴിയും, അവിടെ ഉണ്ടായിരുന്ന പ്രായമായ സ്ത്രീകൾ വരെയും വിറക് കെട്ടുകളുമായി ആ തീക്കുണ്ടാരത്തിനടുത്തേക്ക് നടക്കുകയാണ്. അവരുടെ തലയിലേറ്റിയിട്ടുള്ള വിറക് കെട്ടുകൾ, ആ വിറക് കെട്ടുകൾ ആ തീയിലേക്കിട്ട് കത്തിച്ച് ഞങ്ങളുടെ ദൈവങ്ങളെ ചീത്ത പറയുന്ന, ഞങ്ങളുടെ ദൈവങ്ങളെ എതിർക്കുന്ന അയാളെ കൊല്ലണം, ചുട്ടുകരിക്കണം എന്നതാണ് അവരുടെ തീരുമാനമെന്നതായിരുന്നു. പക്ഷേ നോക്കൂ നിങ്ങൾ, പതറാതെ അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടാതെ, അള്ളാഹുവിലുള്ള ഈമാൻ കൈവിടാതെ, ഏതൊരു ഘട്ടത്തിലും ഒരു നാട് മുഴുവൻ, ജനങ്ങൾ മുഴുവൻ എതിരായിരിക്കുന്ന വേളയിൽ, എല്ലാം തനിക്കെതിരാകുന്ന വേളയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പതറിയില്ലല്ലോ. അള്ളാഹുവിലുള്ള പ്രതീക്ഷയായിരുന്നില്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നത്? ഖുൽനാ യാ നാറു കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ചുട്ടുകൊള്ളുന്ന ആ തീ തണലായി, തണുപ്പായി അള്ളാഹു മാറ്റിക്കൊടുത്തു എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യൻ അള്ളാഹുവിലുള്ള പ്രതീക്ഷയും അള്ളാഹുവിലുള്ള വിശ്വാസവും കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിയാവുന്ന തരത്തിൽ
ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈമാനിന്റെ കരുത്ത് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അത്തരത്തിലൊരു പ്രതീക്ഷ അള്ളാഹുവിനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രതീക്ഷ, ഹാജറിന്റെ പ്രതീക്ഷ, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മത്തൻ ഖാനിത്തൻ ലില്ലാ. ഉമ്മത്തൻ, ഒരു മനുഷ്യൻ, ഒറ്റക്ക് പടപരുതിയിട്ടുള്ള ഒരാൾ. ആ ഒരാളെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ഉമ്മത്ത്. അദ്ദേഹം ഒരാളല്ല, ഒരു സമുദായമായിരുന്നു എന്നതാണ് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഏത് കാലത്തും ഏത് സമൂഹത്തിനും ആത്മവിശ്വാസം കൊണ്ട് ജീവിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിത ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ, ഇത് കഴിഞ്ഞ് മക്കയിലേക്ക് വരുന്നുണ്ട് ഇബ്രാഹിം നബി. മക്കയിലേക്ക് വരുന്നത് തന്റെ വാർദ്ധക്യത്തിൽ കിട്ടിയിട്ടുള്ള മകനുമായിട്ടാണ്. വാർദ്ധക്യത്തിലാണ്, ഏകദേശം 70 വയസ്സൊക്കെ പ്രായം കഴിഞ്ഞിട്ടുണ്ടാകണം എന്നതാണ് ചരിത്രം പറയുന്നത്. ആ ഒരു സന്ദർഭത്തിൽ കിട്ടിയിട്ടുള്ള സന്താനത്തെയും കൊണ്ടാണ് മക്കയിലേക്ക് വരുന്നത്. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ കൊണ്ടുവന്നാക്കിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, അള്ളാഹുവേ എന്റെ സന്താനങ്ങളെ ഞാനിതാ ഇവിടെ താമസിപ്പിക്കുകയാണ്. എവിടെയാണ് ഇബ്രാഹിം നബി അവരെ കൊണ്ടുവന്നാക്കുന്നത്? ബിവാദിൻ ഗൈരി ദീ സറഇൻ, ബിവാദിൻ ഗൈരി ദീ സറഇൻ, ഒരു വിത്തും മുളയ്ക്കാത്ത ഒരു മണ്ണിൽ, ഒരു മനുഷ്യനും എത്തിപ്പെടാത്ത ഒരു മണ്ണിൽ. എന്താണ് ആ മനുഷ്യന്റെ, എന്താണ് ആ പ്രവാചകന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത്? ഒരു വിത്തും മുളയ്ക്കാത്ത മണ്ണിൽ കൊണ്ടുവന്ന്, മുളച്ചിട്ടില്ലാത്ത മണ്ണിൽ കൊണ്ടുവന്ന്, ഒരു കൃഷിയും ഇല്ലാത്ത ഒരു മണ്ണിൽ കൊണ്ടുവന്ന്, ഒരു മനുഷ്യനും അതുവഴി സഞ്ചരിക്കാത്ത ഒരു മണ്ണിൽ കൊണ്ടുവന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനെ, വാർദ്ധക്യത്തിൽ കിട്ടിയിട്ടുള്ള മകനെ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ മണ്ണിലേക്ക് എത്തുന്നത്. നോക്കൂ നിങ്ങൾ, ഹജറ ബീവി മലമുകളിലേക്ക് ഓടി. ദൂരെ നിന്ന് മനുഷ്യർ ഇവിടെ സംസം പൊട്ടിയൊഴുകിയപ്പോ സംസത്തിന്റെ അരികിൽ വന്ന പ്രാണികളെ കണ്ട്, പറവകളെ കണ്ടാണ് യമനിൽ നിന്ന് യാത്ര ചെയ്യുന്ന മനുഷ്യർ ആ സംസമിന്റെ അരികിലേക്ക് വന്ന്, കഅബയുടെ അരികിലേക്ക് വന്ന് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ഹാജറിന്റെയും അരികിലേക്ക് എത്തിപ്പെടുന്നത്. ഒരു കൃഷിയുമില്ലാത്ത, ഫലഭൂയിഷ്ടിയില്ലാത്ത ആ ഒരു മണ്ണിലേക്ക്. മക്ക എന്ന് പറയുന്നത് പാട്ടുകളിൽ മക്കയെ കുറിച്ച് കേൾക്കുന്നത് മരുഭൂമി എന്നാണ്. മക്ക എന്ന് പറയുന്നത് മലകളുടെ നാടാണ്, കുറെ മലകളാണ് ഇന്നും ഉയർന്നു നിൽക്കുന്ന. എങ്ങനെ ആ ഒരു കാലത്ത്, ആ ഒരു സമയത്ത് ഈ മലകൾക്ക് ഇടയിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിലെ ഊർ പട്ടണത്തിൽ നിന്ന് ഈ മക്കയിലെ ഈ ഒരു പ്രദേശത്ത്, ഈ സ്ഥലത്തെത്തി എന്നതൊക്കെ അത്ഭുതമാണ്. മക്കയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓർത്തുപോകുന്ന അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. മലകളും കുന്നുകളും, അതും കൂർത്ത കരിമ്പാറ കൂട്ടങ്ങളൊക്കെ നിറച്ചു വച്ചിട്ടുള്ള ആ മലകൾക്കിടയിലെ കഅബ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പത്നിയായ ഹാജറിനെയും മകൻ ഇസ്മായിലിനെയും കൊണ്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ? അള്ളാഹുവിലാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയുടെ ആ ശതമാനം ഒന്നെടുത്താൽ എവിടേക്കാണ് ഞാനും നിങ്ങളും എത്തുക എന്നത് സ്വയം ഒന്ന് നാം വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ്, ആലോചിക്കേണ്ടതുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത്, പ്രവാചകന്മാർ ഇത്തരത്തിൽ നമ്മുടെ മുൻപിൽ മാതൃകയായി, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാതൃകയാണ് എന്ന് ഖുർആൻ പറഞ്ഞു വെക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും മാതൃകയായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കാണാൻ സാധ്യമാകുന്നു എന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ ഖസസിന്റെ 24-ാമത്തെ വചനം. മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ അരികിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരു രംഗമുണ്ട്. ഫിർഔനിന്റെ അരികിൽ നിന്ന് ഓടിപ്പോയി മൂസാ നബി അലൈഹിസ്സലാം ആ പ്രദേശത്ത് അദ്ദേഹം കണ്ടുമുട്ടുന്ന പെൺകുട്ടികൾ, അവർക്ക് വെള്ളം എടുത്തു കൊടുത്ത് ഒരു തണലിലേക്ക് മാറിയിരുന്നു കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ
എല്ലാ ആവശ്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുന്നവനാണ് ഞാനൊരു ഫക്കീറാണ്, എല്ലാ ആവശ്യങ്ങളും എനിക്ക് വേണം എന്ന് പറഞ്ഞ് തന്റെ പ്രതീക്ഷയുടെ എല്ലാ അവസ്ഥകളും നഷ്ടപ്പെട്ടു പോകുന്ന രംഗത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ കാണാൻ കഴിയും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് മൂസാ നബിയുടെ ജീവിതത്തിലെ വഴിത്തിരിവുകൾ സംഭവിക്കുന്നത് എന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നിരാശയുടെ പടുകുഴിയിൽ നിൽക്കുന്ന തന്നെ എല്ലാവരും കൈവിട്ടുപോയി എന്ന് ആക്ഷേപിക്കുന്ന രംഗമുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ. ശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ അള്ളാഹു ഇറക്കി കൊടുക്കുകയാണ്. പ്രഭാതം തന്നെയാണ്, ആ പ്രകാശം തന്നെയാണ് സത്യം, ദുഹ തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജാ, രാവുകൾക്കു ശേഷം, ഇരുട്ടുകൾക്കു ശേഷം പ്രതീക്ഷകളുടെ പ്രഭാതങ്ങൾ ജീവിതത്തിലേക്ക് വരാനുണ്ട്. പ്രിയമുള്ളവരെ, വിശ്വാസി അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. ഇരുട്ടുകൾക്കു ശേഷം, അന്ധകാരങ്ങൾക്കു ശേഷം വെളിച്ചം പകരാനുണ്ട്. അതാണ് നമ്മുടെ ഓരോ രാത്രികളും നമ്മുടെ മുൻപിലേക്ക് രാത്രികൾ അവസാനിച്ച് പ്രകാശം വരുമ്പോ നാം ഓർത്തുപോകേണ്ടത് മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ റബ്ബ് നിന്നെ കൈവിട്ടിട്ടില്ല കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിന് ആശ്വാസത്തിന്റെ, സമാശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ വലിയ ഒരു വാക്കായിരുന്നു അത്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അള്ളാഹു നമ്മോട് പറഞ്ഞ വാക്കുകളാണത്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നമ്മൾ എത്ര തവണ സൂറത്തുൽ ളുഹ ഓതിപ്പോയിട്ടുണ്ട്. വൽളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. എന്റെ റബ്ബ് എന്നെ കൈവിടുകയില്ല, എന്റെ നാഥൻ എന്നോട് കൂടെയുണ്ട്, എന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും നമുക്കെത്ര പേർക്ക് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുൻപിൽ പ്രഖ്യാപിക്കാൻ കഴിയുമെന്നത് പ്രവാചക ജീവിതത്തെ പഠിക്കുമ്പോ, പ്രവാചകന്മാരുടെ ജീവിതത്തെ വായിക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നീട് അള്ളാഹു പറയുന്നുണ്ട്, അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ. നീ അനാഥനായിരുന്നു, ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ആ നാട്ടിലെ പ്രമാണിയായിരുന്ന, കച്ചവടക്കാരിയായിരുന്ന, ധനാഢ്യയായിരുന്ന ഒരാളെ പ്രവാചകൻ ഇണയാക്കി കൊടുത്ത് അനാഥനായ റസൂലിനെ സനാഥനാക്കി കൊടുക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവിതത്തിൽ അങ്ങനെയാണ്. ജീവിതത്തിൽ അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും തയ്യാറാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷ അസ്തമിച്ചു പോയിട്ടില്ല, എല്ലാം നമുക്കെതിരാണെങ്കിൽ പോലും, എല്ലാം നമുക്ക് വെല്ലുവിളികളാണെങ്കിൽ പോലും, നിരാശയുടെ ഏറ്റവും വലിയ ആഴത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നതെങ്കിൽ പോലും പ്രതീക്ഷയുടെ കരങ്ങൾ അള്ളാഹുവിലേക്ക് നാം ഉയർത്തേണ്ടതുണ്ട്. അള്ളാഹുവിനോട് ചോദിക്കാനും കഴിയണം. രോഗങ്ങളുടെ, വേദനകളുടെ, പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ, കഷ്ടതകളുടെ ഉള്ളിൽ ജീവിക്കുമ്പോഴും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ജീവിതത്തിൽ വായിച്ചെടുക്കുമ്പോ പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും ആരായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പിന്നീട് മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. പ്രബോധനത്തിന്റെ വലിയ ഒരു ചരിത്രം, അല്ലെങ്കിൽ ത്യാഗത്തിന്റെ യാത്രയുടെ, തന്റെ ജീവിതത്തിന്റെ എത്ര കാലം യാത്ര ചെയ്ത് തീർത്തിട്ടുണ്ടാകും ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് ഇബ്രാഹിം നബിയെ യഥാർത്ഥത്തിൽ ഇരുന്നൊന്ന് വായിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇബ്രാഹിം നബിയെ നാട്ടുകാർ പരിചയപ്പെടുത്തുന്നത് ഫതൻ, ഒരു യുവാവ് എന്നായിരുന്നു. തന്റെ യൗവനം, കത്തിയാളുന്ന ആ യൗവനത്തിന്റെ തീജ്വാലയുടെ വേളകളിൽ ആ യൗവനം അള്ളാഹുവിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ആരുടെ മുൻപിലും കൂസാതെ പതറാതെ ആദർശത്തെ വിളിച്ചു പറയാൻ തയ്യാറായ യൗവനത്തിനു മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നാട്ടിൽ അധാർമികതകൾക്കെതിരെ, അനീതികൾക്കെതിരെ, അന്യായങ്ങൾക്കെതിരെ പ്രിയമുള്ളവരെ, പുതിയ കാലത്തെ യൗവനം എന്ന് പറയുന്നത് പലപ്പോഴും അത്തരം മേഖലകളിലേക്ക് തിരിയാതെ അവർക്ക് ചിലപ്പോൾ അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളിലേക്ക് ചുരുങ്ങിപ്പോകുന്നത് നാം കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നതാണ്. IT മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു വലിയ സംഘം യുവതി യുവാക്കളെ നമുക്ക് കാണാൻ കഴിയും. നാടോ നാട്ടുകാരെയോ സമൂഹത്തെയോ അന്വേഷിക്കാതെയോ അറിയാതെയോ അവരെയൊന്ന് തൊട്ടുനോക്കുക പോലും ചെയ്യാതെ ജീവിച്ചു പോകുന്ന വലിയൊരു വിഭാഗം നമ്മുടെ ചുറ്റിലുമുണ്ട് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കുറ്റം പറഞ്ഞതല്ല. അവർക്ക് കഴിയണം
നാടെന്താണ്, അവർ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ ഏതാണ്, സമൂഹം ഏതാണ്, അവിടെയുള്ള നന്മതിന്മകൾ ഏതാണ്, അതിലേതിന്റെ കൂടെയാണ് നാം ചേർന്ന് നിൽക്കേണ്ടത്. ഒന്നും എന്നെ ബാധിക്കുന്നതല്ല, എന്റെ സുഖങ്ങളും എന്റെ സന്തോഷങ്ങളും മാത്രമാണ് എനിക്ക് വലുത് എന്നതല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം യുവാവായിരുന്നു. ആ യുവാക്കൾക്ക് മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സൂറത്തുൽ കഹ്ഫിന്റെ വചനങ്ങളിൽ കാണാൻ കഴിയും, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഇന്നഹും ഫിത്യത്തുൻ, അവർ യുവാക്കളായിരുന്നു. ആ നാട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി യാത്ര ചെയ്തു പോയ ആ സംഘം ഫിത്യത്തുൻ ആമനൂ, വിശ്വാസികളായ ഒരു സംഘം യുവാക്കളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. നന്മയുടെ മേഖലകളിൽ, സമുദായത്തിന്റെ നന്മയുടെ മേഖലകളിൽ അത്തരത്തിലുള്ള യുവാക്കളെ, നിങ്ങളുടെ യൗവനത്തെ, നിങ്ങളുടെ ആ തീക്ഷ്ണമായ യുവത്വത്തെ ഉപയോഗപ്പെടുത്താൻ പ്രിയമുള്ള യുവാക്കളെ, യുവതികളെ നിങ്ങൾക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. നാളെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിമിഷം വീണുപോകുമ്പോ, എന്താണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു വച്ചത് എന്നത് ഓർത്തു നോക്കുമ്പോ, ചെയ്തു വച്ചത് എന്തെങ്കിലുമൊക്കെ ഓർത്തെടുക്കാൻ കഴിയണം. നന്മയുടെ വഴികളിലേക്ക്, നന്മയുടെ തുരുത്തുകളിലേക്ക്, സൽക്കർമ്മങ്ങളുടെ വേളകളിലേക്ക് അങ്ങനെ ഒന്ന് മാറി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സമ്പാദ്യങ്ങൾ, സമ്പത്ത്, അധികാരങ്ങൾ, സൗകര്യങ്ങൾ, വാഹനങ്ങൾ, ഇഷ്ടമുള്ളതൊക്കെയും വാങ്ങിയെടുക്കാൻ നമുക്ക് സാധ്യമായി തീരുന്നുണ്ട്. പക്ഷേ അവയൊക്കെയും ഏതൊരു നിമിഷവും തകർന്നു പോകാവുന്ന, ഏതൊരു നിമിഷവും ഇല്ലാതായി പോകാവുന്ന ഒന്നാണ്. അതിനു മുൻപായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, നിങ്ങളുടെ കാലടികൾ ചില ചോദ്യങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് പരലോകത്ത് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന്. പ്രവാചകൻ പറഞ്ഞു വച്ചത് നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നതായിരിക്കും. ഒരു ചോദ്യം, നിന്റെ യുവത്വം നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്നതായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ യുവത്വം, നമ്മുടെ യൗവനം, നമ്മുടെ ഈ തിളക്കുന്ന ഈ പ്രായം നമുക്കെന്തിനു വേണ്ടി നാം ചെലവഴിച്ചു എന്ന് സ്വയം ഒരു വിചാരണക്ക് വേണ്ടി നാം തയ്യാറായാൽ എങ്ങനെയാണ് അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് എഴുതിയെടുക്കാൻ സാധ്യമായി തീരുക എന്നാലോചിക്കേണ്ടതുണ്ട്. നന്മയുടെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട്. സാമൂഹ്യ സേവനത്തിന്റെ, ദഅവത്തിന്റെ, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചാരണത്തിനു വേണ്ടിയുള്ള കണ്ണീരൊപ്പാൻ കാത്തു നിൽക്കുന്ന ഒട്ടനേകം ആളുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കുടിലുകളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർ, രോഗികളായി, അശരണരായി പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടേറെ മനുഷ്യർ നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അത്താണിയില്ലാതെ വിഷമിക്കുമ്പോ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് സ്വസ്ഥമായി നമ്മുടെ വീടുകളിൽ കിടന്നുറങ്ങാൻ കഴിയുക? അവർക്ക് അത്താണിയാകാൻ കഴിയേണ്ടതില്ലേ? അവർക്ക് ആശ്രയമാകാൻ കഴിയേണ്ടതില്ലേ? അങ്ങനെയുള്ളവരെ ചേർത്തു പിടിക്കാൻ, എന്റെയും നിങ്ങളുടെയും യൗവനത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമായി തീരേണ്ടതില്ലേ? നമ്മൾ ഒത്തുനിന്നാൽ, നമ്മൾ ഒത്തുചേർന്നാൽ എത്ര പേരുടെ കണ്ണീരുകളാണ് നമുക്കൊപ്പാൻ കഴിയുക? എത്ര പേർക്കാണ് നമുക്ക് ആശ്രയമാകാൻ കഴിയുക? എത്ര പേർക്കാണ് നമുക്ക് അത്താണിയാകാൻ കഴിയുക? എത്ര പേർക്കാണ് നമുക്ക് തണലാകാൻ കഴിയുക? എത്ര പേർക്കാണ് നമുക്ക് തണുപ്പാകാൻ കഴിയുക? കഴിയേണ്ടതില്ലേ നമ്മൾ ആലോചിക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ നഷ്ടപ്പെട്ടു പോകുന്ന നിമിഷങ്ങളെ, സമയങ്ങളെ അത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധ്യമായി തീരേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാതൃകയിൽ ഈ യൗവനത്തിന്റെ മാതൃകയെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അത്തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹാദരണീയരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹിജറ മാസങ്ങളിലെ ഏറ്റവും അവസാനത്തെ മാസമാണ് ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത്. ഒരു വർഷത്തെ അവസാനത്തെ മാസം. ആ മാസത്തിലെ ചില ദിനങ്ങളെ വൽ ഫജ്ർ വലയാലിൻ അശ്ർ, 10 ദിനരാത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ പുണ്യമുള്ള,
ജീവിതത്തിൽ നന്മകൾ ചെയ്യാൻ, ഏറ്റവും പുണ്യകരമായ കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളായി എണ്ണിയിരിക്കുകയാണ്. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ആ സമയം പകലുകൾക്ക്, റമദാനിന്റെ രാവുകൾക്ക് പുണ്യമുള്ളതുപോലെ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ 10 ദിനരാത്രങ്ങളുടെ പകലുകൾക്ക് ഏറെ പുണ്യകരമായി, പ്രവർത്തനങ്ങൾക്ക് ഒട്ടേറെ പ്രതിഫലം ലഭിക്കുന്ന. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ എങ്ങനെയുള്ള ഒരാൾ ജിഹാദിനിറങ്ങിയിട്ട് അയാളുടെ ശരീരവും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു പോയവനാണെങ്കിൽ അവനൊഴികെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ പുണ്യകരമായ 10 ദിനരാത്രങ്ങൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ള ഈ ദിനങ്ങൾ നമ്മിലേക്ക് കടന്നു വരികയാണ്. നമസ്കാരങ്ങൾ, ജമാഅത്ത് നമസ്കാരങ്ങൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നവയാണ്. ആ ദിനരാത്രങ്ങളിൽ പരമാവധി എല്ലാ ജമാഅത്തുകളും നഷ്ടപ്പെടാതെ തന്നെ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ഒരു തീരുമാനമെടുക്കുക. അതുപോലെ തന്നെ നോമ്പുകൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, സ്വതക്കകൾ കൊണ്ട്, അറഫാ ദിനത്തിലെ നോമ്പ് പരമാവധി അത്തരത്തിലുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട്, സ്വതക്കകൾ കൊണ്ട് കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത്, അയൽവാസികൾക്ക് നന്മ ചെയ്ത്, ജീവിതത്തിലെ ഈ 10 ദിനങ്ങളെ പുണ്യകരമാക്കി മാറ്റിയെടുക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ദുൽഹിജ്ജ ദിനത്തിൽ, ദുൽഹിജ്ജ 10 ദിനരാത്രങ്ങളിൽ പുണ്യകരമായ ദിനങ്ങൾ, ദുൽഹിജ്ജ 9 ഹാജിമാർ മിനയിൽ നിന്ന് അറഫയിലേക്ക് പോകുന്ന ദിനം. ആ അറഫാ ദിനമാണ് ഭൂമിയിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ, വെള്ളിയാഴ്ചയെ ആഴ്ചകളിലെ ശ്രേഷ്ഠമായ ഒരു ദിവസമായി നമ്മൾ കാണുന്നുണ്ട്. എങ്കിൽ ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനമായി അറഫാ ദിനത്തെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിരിക്കുകയാണ്. പാപങ്ങൾ പൊറുക്കുന്ന, നരകമോചനം സാധ്യമായി തീരുന്ന അത്രയും മനുഷ്യർ, ലോകത്തിന്റെ വിവിധ നാടുകളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു മൈതാനിയിൽ വന്നൊരുമിച്ചു കൂടി എല്ലാവരും ഒരേ സ്വരത്തിൽ അള്ളാഹുവിലേക്ക് തൂവെള്ള നിറത്തിലെ വസ്ത്രങ്ങൾ ധരിച്ച് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി നിൽക്കുന്ന അറഫാ ദിനം ദുൽഹിജ്ജ 9-നാണ്. ആ ദുൽഹിജ്ജ 9-ന്റെ ദിനരാത്രങ്ങൾ, അത്തരത്തിലുള്ള സമയങ്ങളെ കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ കൊണ്ട് അതിനെ കൂടുതൽ നമുക്ക് പ്രവർത്തന സജ്ജമാക്കി മാറ്റാൻ സാധ്യമായി തീരേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വച്ചാണ് പ്രഖ്യാപിക്കുന്നത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ദീനിനെ പൂർത്തിയാക്കിയിട്ടുള്ള ആ ദിനരാത്രങ്ങൾ, അവയാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ആ ദിനങ്ങളെ, ദിനരാത്രങ്ങളെ കൂടുതൽ കൂടുതൽ തക്ബീറുകൾ കൊണ്ട്, തഹ്ലീലുകൾ കൊണ്ട്, തഹ്മീദുകൾ കൊണ്ട്, ഹംദുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള സമയങ്ങളായി ആ സമയങ്ങളെ, ആ സന്ദർഭങ്ങളെ നമ്മൾ മാറ്റിയെടുക്കുക. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഅ്മിനുകളിൽ, മുത്തഖികളിൽ അള്ളാഹുവെ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. വിശ്വാസിനികളിൽ ഏറ്റവും നല്ല മുഅ്മിനുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹുവെ, രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കഷ്ടതകൾ അനുഭവിക്കുന്നവർ, ആ രോഗങ്ങളിൽ നിന്ന് സമാധാനം നൽകി, കടബാധ്യതകളിൽ നിന്ന് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, അഭയാർത്ഥികളായി ജീവിക്കേണ്ടി വരുന്നവർ, നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ, ബോംബിന്റെയും മിസൈലുകളുടെയും ഭയപ്പാടുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ, അള്ളാഹുവെ, അവർക്ക് നിർഭയത്വം നൽകി, അവർക്ക് സമാധാനം നൽകി, അവരെയും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, പ്രവാസികളായ ധാരാളം സഹോദരങ്ങൾ പേടി കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടും ജീവിക്കുന്നവരുണ്ട്. റഹ്മാനായ നാഥ, അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവർക്ക് നീ ആശ്വാസം നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ, അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈക്കൽ മസീർ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ
ربنا تقبل منا صلاتنا وصيامنا وقيامنا يا رب العالمين. اللهم آمنا في أوطاننا يا رب العالمين. اللهم آمن في فلسطين، اللهم آمن في سوريا، اللهم آمن في إيران، اللهم آمن في كشمير، اللهم آمن في آسام. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. اللهم أنقذ البيت المقدس يا رب العالمين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين.